ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറും ഒരു ചരിത്രമല്ല. ആത്മീയ ലോകത്തിന്റെ സുൽത്താൻ വലിയുല്ലാഹി ഔസുൽ അളം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിലെ കരളലിയിക്കുന്ന ചില പുണ്യമുഹൂർത്തങ്ങളാണ്. കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇന്നും കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കുന്ന ആ പുണ്യപുരുഷൻ അള്ളാഹുവിലേക്ക് നടന്നുകയറിയ വഴികൾ കഠിനമായ ത്യാഗങ്ങളുടേതായിരുന്നു. പള്ളിയുടെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാനിരതനായിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഏത് കഠിന ഹൃദയന്റെയും കണ്ണുകൾ ഈറനണിയിക്കുന്ന ആ വിശുദ്ധ ജീവിതമാണ്. ആ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ കൽബുകളിൽ ഈമാന്റെ വെളിച്ചം ഒന്നുകൂടി പുതുക്കപ്പെടും. ശാന്തമായിരുന്ന ഹൃദയം തുറന്ന് ഈ പുണ്യയാത്രത്തിലേക്ക് നമുക്കൊന്നിച്ച് പങ്കുചേരാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് സമയത്താണ് ഇപ്പോൾ എന്നോടൊപ്പം ഈ ചരിത്രം കേൾക്കാൻ ചേരുന്നത് എന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് കേരളത്തിലായാലും വിദേശത്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട കമന്റുകൾ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ കാര്യങ്ങൾ പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നോക്കി എഴുതിയെടുത്തതും എന്റെ ഉസ്താദുമാർ പറഞ്ഞു തന്ന ചരിത്രങ്ങളിൽ നിന്ന് കേട്ടതുമാണ്, അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായമല്ല. എളിയവനായ എനിക്ക് നേരിട്ട് വലിയ കാര്യങ്ങൾ പറയാൻ അറിയില്ല. ഞാൻ ആ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നോക്കിയും ഉസ്താദുമാരിൽ നിന്ന് കേട്ടും മനസ്സിലാക്കി എഴുതിയെടുത്ത അതിശയകരമായ കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹിജ്റ 470 ജീലാൻ എന്ന പുണ്യഭൂമിയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ജനിച്ച നാൾ മുതൽക്കേ ആത്മീയതയുടെ വലിയൊരു അടയാളം ആ കുഞ്ഞിൽ പ്രകടമായിരുന്നു. റമളാൻ മാസത്തിലെ പകൽ സമയങ്ങളിൽ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ആ കുഞ്ഞ് കൂട്ടാക്കിയിരുന്നില്ല. പകൽ വെളിച്ചം വിണ്ണിൽ പരക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഒരു തുള്ളി പാൽ പോലും കുടിക്കാതെ പ്രകൃത്യാ തന്നെയുള്ള ഒരു നോമ്പുകാരനായിട്ടായിരുന്നു ആ കുഞ്ഞിന്റെ വളർച്ച. പിതാവായ സയ്യിദ് അബൂ സ്വാലിഹ് ചെറുപ്പത്തിൽ തന്നെ വഫാത്തായതിനെ തുടർന്ന് പുണ്യവതിയായ ഉമ്മ ഫാത്തിമത്തുൽ ഖൈറും ആത്മീയ ജ്ഞാനിയായ വല്യുപ്പ അബ്ദുല്ലാഹിൽ സൗമഈ തങ്ങളുമാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. സാധാരണ കുട്ടികൾ തെരുവുകളിൽ ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഭൗതികമായ കളികളിൽ ഏർപ്പെടാൻ മുഹിയുദ്ദീൻ എന്ന കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ തുനിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും "നീ ഇതിനായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്" എന്നൊരു അദൃശ്യ ശബ്ദം ആ കാതുകളിൽ വന്ന് മുഴങ്ങി. അതോടെ ഭൗതികമായ കളികളിൽ നിന്നെല്ലാം അകന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലും അറിവ് നേടുന്നതിലുമാണ് ആ വിശുദ്ധ കുട്ടിക്കാലം കടന്നുപോയത്. വളർന്നു വലുതായപ്പോൾ അന്നത്തെ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളുടെ പ്രധാന കേന്ദ്രമായ ബഗ്ദാദിലേക്ക് പോയി ഉപരിപഠനം നടത്തണമെന്ന് മഹാനവറുകൾ ആഗ്രഹിച്ചു. അറിവ് നേടുക എന്നത് അള്ളാഹുവിന്റെ വലിയൊരു കൽപ്പനയായതുകൊണ്ട് ഉമ്മ അതിന് പൂർണ്ണ സമ്മതം മൂളി. യാത്രയ്ക്കും അവിടെ താമസിച്ചു പഠിക്കാനുമുള്ള ചിലവുകൾക്കായി തന്റെ പക്കലുണ്ടായിരുന്ന സമ്പാദ്യത്തിൽ നിന്ന് 40 സ്വർണ്ണ നാണയങ്ങൾ ഉമ്മ മകന് നൽകി. ദീർഘദൂര യാത്രക്കിടയിൽ അത് എവിടെയെങ്കിലും വീണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ നാണയങ്ങൾ ഉമ്മ മകന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ ഭദ്രമായി തുന്നിപ്പിടിപ്പിച്ചു. യാത്ര തിരിക്കും മുൻപ് വിറയ്ക്കുന്ന കൈകളോടെ ആ ഉമ്മ മകന്റെ മുഖം ചേർത്ത് പിടിച്ച് നെഞ്ചുരുകി ഒരു കാര്യം പറഞ്ഞു: "മകനെ, ജീവിതത്തിൽ എന്ത് കഠിനമായ പ്രതിസന്ധി ഉണ്ടായാലും, നിന്റെ ജീവൻ അപകടത്തിലായാൽ പോലും ഒരിക്കലും നീ കള്ളം പറയരുത്." കളവ് പറയുന്നതിന്റെ ഭീകരതയെക്കുറിച്ചും സത്യസന്ധതയുടെ വലിപ്പത്തെക്കുറിച്ചും മുത്തുനബിയുടെ പവിത്രമായ ഒരു ഹദീസ് കൂടി ആ പുണ്യവതിയായ ഉമ്മ മകന് ഓതിക്കൊടുത്തു. തീർച്ചയായും സത്യസന്ധത പുണ്യത്തിലേക്കാണ് നയിക്കുന്നത്. പുണ്യം സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്നാൽ കളവ് പറയുന്നതിനെ നിങ്ങൾ കഠിനമായി സൂക്ഷിക്കുക. കാരണം കളവ് തിന്മയിലേക്കാണ് നയിക്കുന്നത്. തിന്മയാകട്ടെ നരകത്തിലേക്കും എത്തിക്കുന്നു. അതുകൊണ്ട് മകനെ, പടച്ച തമ്പുരാന്റെയും തിരുനബിയുടെയും ഈ കൽപ്പന നെഞ്ചോട് ചേർത്ത് ഉമ്മയ്ക്ക് നീ ഒരു വാക്ക് തരണം. എന്ത് പ്രതിസന്ധിയുണ്ടായാലും സത്യം മാത്രമേ പറയൂ എന്ന് ഷെയ്ഖ് അവറുകൾ തന്റെ ഉമ്മക്ക് ആ വിശുദ്ധമായ വാക്ക് നൽകി. ഉമ്മയോടുള്ള ആ പ്രതിജ്ഞയാണ് പിന്നീട് ആ യാത്രയിൽ വലിയൊരു അത്ഭുതത്തിന് കാരണമായത്. ഇന്നത്തെ പോലെ അത്യാധുനിക വാഹനങ്ങളോ സുരക്ഷിതമായ റോഡുകളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദീർഘദൂര യാത്രകൾക്ക് ഒട്ടകങ്ങളെയും കുതിരകളെയുമാണ് അന്ന് ആശ്രയിച്ചിരുന്നത്. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന കൊടും മരുഭൂമികളും വിജനമായ കാട്ടുപാതകളും താണ്ടി വേണമായിരുന്നു ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലെത്താൻ. തണലേകാൻ ഒരു മരം പോലും ഇല്ലാത്ത ആ മണലാരണ്യങ്ങളിൽ, മലയിടുക്കുകളിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും ഒളിച്ചിരിക്കുന്ന കൊള്ളക്കാരുടെ വലിയ സംഘങ്ങൾ അന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത, മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭയാനകമായ യാത്രകളായിരുന്നു അവയോരോന്നും. അത്തരമൊരു കഠിനമായ വഴിയിലൂടെയായിരുന്നു ആ കൊച്ചു മുഹിയുദ്ദീനും യാത്രാസംഘത്തോടൊപ്പം ബഗ്ദാദിലേക്ക് പുറപ്പെട്ടത്. ബഗ്ദാദിലേക്കുള്ള യാത്രാമധ്യേ ഹമദാൻ എന്ന വിജനമായ പ്രദേശത്ത് വെച്ച് കൊള്ളക്കാരുടെ ഒരു വലിയ സംഘം ഇവരുടെ യാത്രാസംഘത്തെ വളഞ്ഞു. യാത്രാസംഘത്തിലെ എല്ലാവരെയും ആയുധം കാട്ടി ഭയപ്പെടുത്തി അവരുടെ പണവും സ്വത്തുക്കളും അവർ ക്രൂരമായി കവർന്നു. കൂട്ടത്തിൽ വളരെ ലളിതമായ വസ്ത്രം ധരിച്ച കൊച്ചുകുട്ടിയായ മുഹിയുദ്ദീൻ ഒരു വശത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഒരു കൊള്ളക്കാരൻ പരിഹാസത്തോടെ ചോദിച്ചു: "ഹേയ് കുട്ടി,
നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? തന്റെ കയ്യിൽ ഒന്നും കാണില്ലെന്ന് കൊള്ളക്കാരൻ ഉറച്ചു വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒട്ടും ഭയമില്ലാതെ അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മഹാനവറുകൾ ആ മറുപടി പറഞ്ഞത്. അതെ, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. കുട്ടിയുടെ മറുപടി കേട്ട് ഞെട്ടിപ്പോയ കൊള്ളക്കാരൻ അവനെ കൊള്ളത്തലവന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. കൊള്ളത്തലവനും വിശ്വസിക്കാനാകാതെ കുപ്പായം അഴിച്ചു പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ച 40 സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തി. അത്ഭുതത്തോടെ അവൻ ചോദിച്ചു, നിനക്കിത് ഒളിപ്പിച്ചു വെക്കാമായിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് എന്നോട് സത്യം പറഞ്ഞത്? അപ്പോൾ ആ കുഞ്ഞ് മറുപടി നൽകി, യാത്ര തിരിക്കുമ്പോൾ ഒരിക്കലും കള്ളം പറയരുതെന്ന് ഞാൻ എന്റെ ഉമ്മക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഏതാനും നാണയങ്ങൾക്ക് വേണ്ടി എന്റെ ഉമ്മയോട് ചെയ്ത ആ പ്രതിജ്ഞ ഞാൻ എങ്ങനെ ലംഘിക്കും? ഞാൻ എന്റെ ഉമ്മയെ ചതിച്ചാൽ എന്റെ റബ്ബിനോട് കോപിക്കുകയില്ലേ? ഒരു കൊച്ചുകുട്ടി തന്റെ ഉമ്മയോട് ചെയ്ത പ്രതിജ്ഞ പാലിക്കാൻ കാണിച്ച ആ ആത്മാർത്ഥതയും അള്ളാഹുവെക്കുറിച്ചുള്ള ഭയവും കണ്ടപ്പോൾ ആ കൊള്ളത്തലവന്റെ നെഞ്ചകം തകർന്നുപോയി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു കുഞ്ഞു ഉമ്മയോടുള്ള വാക്ക് പാലിക്കുമ്പോൾ ഇത്രയും കാലം അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചു ജീവിച്ച താൻ എത്ര വലിയ പാപിയാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ കവർന്ന സ്വത്തുക്കളെല്ലാം ഭയത്തോടെ തിരികെ നൽകി. അപ്പോൾ തന്നെ ശൈഖവറുകളുടെ കൈപിടിച്ച് തൗബ ചെയ്ത് അവർ സന്മാർഗത്തിലേക്ക് മടങ്ങി. അതായിരുന്നു ആ വിശുദ്ധ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ വലിയ അത്ഭുതങ്ങളിലൊന്ന്. ബഗ്ദാദിലെത്തിയ ശേഷമുള്ള നാളുകൾ കഠിനമായ ത്യാഗത്തിൻ്റെതായിരുന്നു. ദിവസങ്ങളോളം ഒരു തരി ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ശൈഖവറുകൾ പട്ടിണി കിടന്നു. ദജ്ല നദീതീരത്ത് വീണുകിടക്കുന്ന ഇലകൾ തിരഞ്ഞുമടുത്ത ഒരു പകൽ വിശപ്പും ദാഹവും കൊണ്ട് ശരീരം പൂർണ്ണമായും തളർന്ന് അദ്ദേഹം ബഗ്ദാദിലെ ഒരു പള്ളിയിൽ വന്നിരുന്നു. പട്ടിണി കൊണ്ട് മരണത്തോട് മല്ലിടുന്ന ആത്മീയ പരീക്ഷണത്തിന്റെ കഠിനമായ നിമിഷങ്ങളായിരുന്നു അത്. ആ സമയത്താണ് അന്യദേശക്കാരനായ ഒരു യുവാവ് ആ പള്ളിയിലേക്ക് കയറി വരുന്നത്. അദ്ദേഹം പള്ളിയുടെ ഒരു കോണിലിരുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. ദിവസങ്ങളായി കഠിനമായ പട്ടിണിയിലായിരുന്ന ശൈഖവറുകളുടെ ഉള്ളം വിശപ്പ് കൊണ്ട് പിടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ അറിയാതെ ആ ഭക്ഷണത്തിലേക്ക് നീണ്ടുപോയി. എന്നാൽ തന്റെ ആത്മഗൗരവവും അള്ളാഹുവിലുള്ള തവക്കാലും കാരണം അദ്ദേഹം ആരോടും യാചിക്കാൻ മുതിർന്നില്ല. യുവാവ് ഇത് ശ്രദ്ധിക്കുകയും ശൈഖ് തങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് സ്നേഹത്തോടെ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഭക്ഷണം പങ്കുവയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ശൈഖവറുകൾ വിനയത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിനിടയിൽ ആ യുവാവ് ശൈഖ് തങ്ങളോട് ചോദിച്ചു, സഹോദരാ, ഞാൻ ജീലാൻ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ബഗ്ദാദിൽ പഠിക്കുന്ന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ എന്നു പേരുള്ള ഒരു യുവാവിനെ നിനക്കറിയാമോ? താൻ തിരയുന്നത് തന്റെ മുന്നിലിരിക്കുന്ന ഈ യുവാവിനെയാണെന്ന് അറിയാതെയായിരുന്നു അവൻ അത് ചോദിച്ചത്. അത് കേട്ട ശൈഖവറുകൾ ശാന്തമായി പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് നീ തിരയുന്ന അബ്ദുൽ ഖാദിർ. ആ വാക്ക് കേട്ട മാത്രയിൽ യുവാവിന്റെ കൈകൾ വിറച്ചു, മുഖം വിളറി വെളുത്തു. അവന്റെ കണ്ണുകളിൽ നിന്നും സങ്കടത്തോടെ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. ശൈഖവറുകളെ, അങ്ങയുടെ പുണ്യവതിയായ ഉമ്മ ഫാത്തിമത്തുൽ ഖൈർ അങ്ങേക്ക് നൽകാനായി കുറച്ച് പണവും ചില സാധനങ്ങളും എന്റെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ചതായിരുന്നു. ബഗ്ദാദിലെത്തിയ ഞാൻ അങ്ങയെ തിരഞ്ഞ് ദിവസങ്ങളോളം അലഞ്ഞു നടന്നു. ഒടുവിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. വിശപ്പ് കൊണ്ട് ഞാൻ മരണത്തിന്റെ വക്കിലെത്തി. ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ പോകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് വേറെയൊരു വഴിയുമില്ലാതെ കഠിനമായ നിർബന്ധിതാവസ്ഥ കാരണം അങ്ങയുടെ ഉമ്മ തന്നയച്ച ആ നാണയങ്ങളിൽ നിന്നും ഒരു ചെറിയ പങ്കെടുത്തു വാങ്ങിയ റൊട്ടിയും ഭക്ഷണമാണിത്. പടച്ചവനെ ഓർത്തെന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയുടെ അമാനത്തിൽ കൈവച്ച ഒരു പാപിയാണ്. ആ യാഥാർത്ഥ്യം കേട്ടപ്പോൾ ശൈഖ് തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ വിശപ്പോടെ നോക്കി നിന്ന ആ ഭക്ഷണം മറ്റാരുടെയുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവിന്റെ തൗഫീഖോടെ തനിക്ക് തന്നയച്ച സ്വന്തം ഹലാലായ ഭക്ഷണം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ റബ്ബ് തന്നെ പരീക്ഷിക്കുകയായിരുന്നു. ശൈഖവറുകൾ ആ യുവാവിനെ ആശ്വസിപ്പിച്ചു. അവനോട് ഒട്ടും കോപിച്ചില്ലെന്ന് മാത്രമല്ല, ആ ഭക്ഷണത്തിന്റെ ബാക്കിയും ഉമ്മ കൊടുത്തയച്ച പണവും അവന് സ്നേഹത്തോടെ പങ്കുവെച്ചു നൽകുകയും ചെയ്തു. പരീക്ഷണങ്ങൾക്കിടയിലും തന്റെ പ്രിയപ്പെട്ട വലിയനെ അള്ളാഹു കാത്തുരക്ഷിച്ച ഈ യഥാർത്ഥ സംഭവം ചരിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഏടുകളിൽ ഒന്നാണ്. സ്വന്തം ശരീരത്തെയും ഇച്ഛകളെയും പൂർണ്ണമായും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച ആ കഠിന തപസ്യയാണ് അദ്ദേഹത്തെ സുൽത്താനുൽ ഔലിയ ആക്കി മാറ്റിയത്. എന്റെ ഈ കാൽപാദം ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും തോളന്മേലാകുന്നു എന്ന് മഹാനവറുകൾ പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മഹത്തുക്കൾ ആ ആത്മീയ പദവിയെ ആദരവോടെ തലകുനിച്ചാണ് അംഗീകരിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഈ പുണ്യചിത്രം നമ്മളോട് പറയുന്നത് ഉമ്മമാരുടെ സ്നേഹത്തിന്റെ വലിപ്പമാണ്. ആലോചിച്ചു നോക്കൂ, ജീലാൻ എന്ന വിദൂര ദേശത്തിരുന്നു കൊണ്ട് തന്റെ മകൻ ബഗ്ദാദിലെ തെരുവിൽ പട്ടിണി കിടക്കുന്ന ആ ഒരു വേദന ആ പുണ്യവതിയായ ഉമ്മ ആത്മീയമായി അറിഞ്ഞു. അതെ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മക്കൾ എന്ത് വിഷമത്തിലാണെങ്കിലും അവർ കരയുന്നതിന് മുൻപേ അതറിയാൻ സാധിക്കുന്നത് നമ്മുടെ ഉമ്മമാർക്ക് മാത്രമാണ്. മക്കളുടെ ഉള്ളുരുകിയുള്ള ഒരു നെടുവീർപ്പ് പോലും മാതൃഹൃദയത്തിൽ വലിയൊരു നോവായി വന്നെത്തും. അതുകൊണ്ട് ഈ പുണ്യനിമിഷത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഒന്നിച്ച് കൈകൾ ഉയർത്തി നെഞ്ചുരുകി പ്രാർത്ഥിക്കാം.
നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. നാഥ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ പൂർണ്ണമായ ആഫിയത്തും മനസ്സമാധാനവും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ സ്നേഹത്തിന്റെ തണൽ ഞങ്ങളുടെ തലക്കുമുകളിൽ നീ എന്നും നിലനിർത്തി തരണേ റബ്ബേ. ആമീൻ. ഇനി നമ്മുടെ ഉമ്മമാരിൽ ആരെങ്കിലും ഈ ദുനിയാവിൽ നിന്നും മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ അവരുടെ ഖബറിടവും ആഖിരവും നീ വിശാലമാക്കി കൊടുക്കണേ. അവരുടെ ആത്മാവിന് നീ പൂർണ്ണമായ ശാന്തി നൽകണേ. പരലോകത്ത് അവർക്ക് അത്യുന്നതമായ ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ. അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ കറാമത്തുകൾ എണ്ണയാൽ തീരാത്തതാണ്. അതിൽ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന ചില പുണ്യ സംഭവങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഷെയ്ഖ് അവറുകളുടെ അരികിൽ താമസിച്ച് ആത്മീയ വിദ്യ നുകരുന്ന ഒരു യുവ ശിഷ്യനുണ്ടായിരുന്നു. മകനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ വേണ്ടി അവന്റെ ഉമ്മ ബഗ്ദാദിലെ ഷെയ്ഖ് തങ്ങളുടെ അരികിലെത്തി. എന്നാൽ അവിടെ എത്തിയ ആ ഉമ്മ കണ്ടത് തന്റെ പ്രിയപ്പെട്ട മകൻ കഠിനമായ പട്ടിണി കിടക്കുന്നത് പോലെ വെറും കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ്. എന്നാൽ അതേസമയം ഷെയ്ഖ് അവറുകൾ നല്ല കോഴിയിറച്ചി കഴിക്കുകയായിരുന്നു. തന്റെ മകൻ ക്ഷീണിച്ച് കഞ്ഞി കുടിക്കുമ്പോൾ ഗുരുനാഥൻ നല്ല ഭക്ഷണം കഴിക്കുന്നല്ലോ എന്ന ചിന്തയിൽ ആ ഉമ്മയുടെ മാതൃഹൃദയത്തിൽ ചെറിയൊരു വിഷമവും സങ്കടവും തോന്നി. അവരുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു. ഉമ്മയുടെ മനസ്സിലെ ഈ ചിന്ത തന്റെ ആത്മീയ ദൃഷ്ടി കൊണ്ട് ഷെയ്ഖ് തങ്ങൾ മനസ്സിലാക്കി. മഹാനവറുകൾ താൻ കഴിച്ചുകൊണ്ടിരുന്ന കോഴിയുടെ അവശേഷിച്ച എല്ലുകളിലേക്ക് നോക്കി ശാന്തമായി കൽപ്പിച്ചു, അള്ളാഹുവിന്റെ അനുവാദത്തോടെ നീ എഴുന്നേൽക്കൂ. ആ നിമിഷം തന്നെ ആ അസ്ഥികളെല്ലാം അത്ഭുതകരമായി കൂട്ടിച്ചേർക്കപ്പെടുകയും അതിൽ മാംസവും തൂവലുകളും മുളച്ച് അതൊരു ജീവനുള്ള കോഴിയായി മാറി അവിടെ നിന്ന് ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. ഞെട്ടിപ്പോയ ആ ഉമ്മയോട് ഷെയ്ഖ് തങ്ങൾ അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഈ പദവിയിലേക്ക് ഉയരുന്നത് കഠിനമായ ആത്മീയ സംസ്കരണത്തിലൂടെയാണ്. അവന്റെ ഈഗോയും ഭൗതിക മോഹങ്ങളും തകർക്കാനാണ് അവൻ കഞ്ഞി കുടിക്കുന്നത്. എന്നെപ്പോലെ ഈയൊരു ആത്മീയ പദവിയിലേക്ക് നിങ്ങളുടെ മകനും എത്തിച്ചേരുമ്പോൾ അവനും ഇതുപോലെ അള്ളാഹുവിന്റെ അനുവാദത്തോടെ പ്രവർത്തിക്കാൻ കഴിയും. ആ ഉമ്മയുടെ സംശയങ്ങൾ മാറി അവർ കണ്ണീരോടെ ഷെയ്ഖ് തങ്ങളുടെ മുന്നിൽ തലകുനിച്ചു. മറ്റൊരു സംഭവം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന ഒന്നാണ്. ഒരു രാത്രിയിൽ പാപങ്ങളുടെ ഇരുട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഷെയ്ഖ് അവറുകളുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറി. വിലപിടിപ്പുള്ള എന്തെങ്കിലും കവർന്ന് രക്ഷപ്പെടാം എന്ന ചിന്തയിലായിരുന്നു അവൻ വന്നത്. എന്നാൽ അകത്തു കടന്ന അവൻ കണ്ടത് ലോകത്തെ മുഴുവൻ മറന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഷെയ്ഖ് തങ്ങളെയാണ്. ആ വിശുദ്ധമായ മുഖത്തെ ആത്മീയ പ്രകാശവും ഹൈബത്തും കണ്ട മാത്രയിൽ തന്നെ ആ കള്ളന്റെ നെഞ്ചകം തകർന്നുപോയി. അവന്റെ 2 കണ്ണുകളുടെയും കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടുകയും അവൻ പൂർണ്ണമായും ഇരുട്ടിലാവുകയും ചെയ്തു. ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ പകച്ചു നിന്ന അവൻ താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് അങ്ങേയറ്റം ഭയന്നുപോയി. നേരം പുലർന്നപ്പോൾ കള്ളൻ കാഴ്ചയില്ലാതെ ഭയന്നു വിറച്ചു നിൽക്കുന്നത് ഷെയ്ഖ് അവറുകൾ കണ്ടു. എന്നാൽ മൂപ്പർ അവനോട് ഒട്ടും കോപിച്ചില്ല, മറിച്ച് അങ്ങേയറ്റത്തെ കാരുണ്യമാണ് കാണിച്ചത്. അവിടുന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ആ കള്ളന് കാഴ്ച തിരികെ ലഭിക്കുകയും ചെയ്തു. ആ കാരുണ്യത്തിന് മുന്നിൽ തോറ്റുപോയ കള്ളൻ തന്റെ അത്രയും കാലത്തെ പാപങ്ങളെ ഓർത്ത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണീരിന്റെ ആത്മാർത്ഥത കണ്ട ഷെയ്ഖ് തങ്ങൾ അന്ന് വഫാത്തായ ഒരു ഖുതുബിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ആത്മീയ പദവിയിലേക്ക് ഈ മനുഷ്യനെ ഉയർത്താൻ അള്ളാഹുവോട് ശുപാർശ ചെയ്തു. അങ്ങനെ ആ ഒരൊറ്റ രാത്രിയിലെ കണ്ണീരുകൊണ്ട് ആ കള്ളൻ അള്ളാഹുവിന്റെ വലിയൊരു ഔലിയായി മാറി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പുണ്യചരിത്രം നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ മക്കൾ ഇന്ന് ഏതു കോലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, എത്രത്തോളം വഴിതെറ്റി മോശമായ അവസ്ഥയിലാണെങ്കിലും അവരെ ഒരിക്കലും ശപിക്കാനോ അവരോട് മോശം വാക്കുകൾ പറയാനോ നാം മുതിരരുത്. കാരണം മാതാപിതാക്കളുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് അത്രമേൽ ശക്തിയുണ്ട്. അതിനുപകരം ആത്മീയ ലോകത്തിന്റെ സുൽത്താൻ ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ നാമത്തിൽ ദിവസവും ഓരോ ഫാത്തിഹ ഓതി സമർപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും അള്ളാഹു ആ മഹത്തുക്കളുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സുകളെ മാറ്റിമറിക്കുകയും അവരെ സന്മാർഗത്തിന്റെ നല്ല വഴിയിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റൊരിക്കൽ ബഗ്ദാദ് നഗരത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ദജ്ല നദിയിൽ അതിശക്തമായ വെള്ളപ്പൊക്കമുണ്ടായി. നദി കരകവിഞ്ഞൊഴുകി ജനങ്ങളുടെ വീടുകളും കുഞ്ഞുങ്ങളെയും സ്വത്തുക്കളെയും വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ ജീവനഭയത്തോടെ ജനങ്ങൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഷെയ്ഖ് അവറുകളുടെ അരികിലേക്ക് ഓടിയെത്തി. ജനങ്ങളുടെ വിലാപവും കുഞ്ഞുങ്ങളുടെ കരച്ചിലും കേട്ട ഷെയ്ഖ് തങ്ങൾ അങ്ങേയറ്റം വ്യസനിതനായി. മഹാനവറുകൾ ശാന്തമായി എഴുന്നേറ്റ് ദജ്ല നദിയുടെ തീരത്തേക്ക് നടന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നദീതീരത്തെ മണ്ണിൽ കുത്തിക്കൊണ്ട് നദിയോട് കൽപ്പിച്ചു, അള്ളാഹുവിന്റെ അനുവാദത്തോടെ നീ നിന്റെ പരിധിയിലേക്ക് ചുരുങ്ങുക. അത്ഭുതമെന്നു പറയട്ടെ, ആ വചനം കേട്ട മാത്രയിൽ തന്നെ ആർത്തലച്ചു വന്ന വെള്ളം പെട്ടെന്ന് താഴുകയും നദി അതിന്റെ പഴയ ശാന്തതയിലേക്ക് മടങ്ങുകയും ചെയ്തു. ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അള്ളാഹു തന്റെ വലിയന് നൽകിയ അധികാരമായിരുന്നു അത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രകൃതി പോലും കീഴടങ്ങിയ ആ ആത്മീയ സുൽത്താന്റെ വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാൻ നമുക്കേവർക്കും ഇന്നു മുതൽ എല്ലാ ദിവസവും
മുഹിയുദ്ദീൻ ഷേഖ് അവറുകളുടെ പുണ്യനാമത്തിൽ ഒരു ഫാത്തിഹ ഓതി സമർപ്പിക്കാമെന്ന് ഈ നിമിഷം ഒന്നിച്ച് പ്രതിജ്ഞ ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ നല്ല ചിന്തയെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ചരിത്രങ്ങളോ സ്വപ്ന വ്യാഖ്യാനങ്ങളോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടാൽ തീർച്ചയായും അത് അടുത്ത വീഡിയോകളിൽ ഉത്തരമായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ മഹാനായ ഷെയ്ഖ് അവറുകളുടെ ആത്മീയ നാമം ഭക്ത്യാദരവുകളോടെ ഒന്ന് ചൊല്ലാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒപ്പം ചൊല്ലുക. യാ ഹൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതിനെ തുടർന്ന് നമുക്ക് മുത്തുനബിയുടെ പേരിൽ ഹൃദയം ഉരുകി ഒരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതോടൊപ്പം എളിയവനായ എനിക്ക് ഈ ചരിത്രങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നും നോക്കി വളരെ കഷ്ടപ്പെട്ട് എഴുതി തയ്യാറാക്കി ശബ്ദം നൽകി ഈ ഒരു വീഡിയോ നിർമ്മിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച എനിക്ക് പടച്ച റബ്ബ് ഇരുലോകത്തും എല്ലാവിധ ഖൈറും ബറക്കത്തും നിഹ്മത്തും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ നിത്യേനയുള്ള പ്രാർത്ഥനകളിൽ എന്നെ കൂടി എന്നും ഉൾപ്പെടുത്തണമെന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടെ ഞാൻ ദുആ ചെയ്യുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർക്കും ലോകത്തുള്ള സർവ്വസ്വാലിഹീങ്ങൾക്കും അള്ളാഹു ഇരുലോകത്തും നന്മയും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എല്ലാവർക്കും എന്നും നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്ന് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.